എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകതകൾ കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കി നിങ്ങൾ ഇത് നോക്കണം. ഞാനാണോ തെറ്റാരൻ അല്ലെങ്കിൽ ഇവിടെ വേറെയുള്ളവരാണോ തെറ്റാരെന്ന് പറയണോ? നിങ്ങൾ വീഡിയോ പിടിച്ചോളി. ഈ വീഡിയോ വെക്കാണല്ലോ ഈ ആരെ വീഡിയോ വെക്കാൻ ഹംകെ നിങ്ങളെ വീഡിയോ കണ്ടല്ലോ അടി കണ്ടു. പിന്നെ ആരും ഒന്നും പിന്നെ എന്താ സംഭവിച്ചത്? ആ അടി ഇവർക്ക് കൊണ്ടു ഇങ്ങനെ വന്നു ഷർട്ട് കീറി ഷർട്ടിന്റെ പോക്കറ്റ് കീറി വന്ന കാണിച്ചു തരാം ഉണ്ട് ഫോൺ നിലത്ത് വീണു ഇവിടേക്ക് കുത്ത് കിട്ടി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മഹല്ല് ഖത്തീബിനെ അകാരണമായിട്ട് പള്ളി കമ്മിറ്റിയിൽ നിന്നും മദ്രസ കമ്മിറ്റിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പിരിച്ചുവിടുന്നതും ആ ഉസ്താദ് നെഞ്ചു പൊട്ടിക്കരയുന്നതുമായ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ഒരുപാട് സഹോദരങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ നമ്മോട് കമൻ്റ് അയച്ചത്. വളരെ തെറ്റായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ജാഫിർ ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ചെകിട്ടക്കുറ്റി നോക്കി അടിക്കുന്ന ഒരു വീഡിയോ. വളരെ സങ്കടം തോന്നിയ ഒരു ഉസ്താദാണ്. കാരണം നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം. കാരണം ഉസ്താദ് അദവും അതുപോലെ തന്നെ മതവും പഠിച്ചത് കൊണ്ട് യാതൊരു കാരണവശാലും തിരിച്ചടിക്കില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഉസ്താദിനെ അത്തരത്തിൽപ്പെട്ട ഒരു രീതിയിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരൻ തയ്യാറായത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഉസ്താദിൻ്റെ കൈകൊണ്ട് അടിച്ചാലും നിങ്ങൾക്ക് വേദനയാവും, അതുപോലെ തന്നെ ഉസ്താദ് കുത്തിയാൽ നിങ്ങൾക്ക് കുത്തുകൊള്ളും. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ജാഫർ ദാരിമി എന്ന് പറയുന്ന ശിഹാബ് തങ്ങൾ വാഗേരി അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ് ഈ ജാഫിർ ദാരിമി എന്ന് പറയുന്ന ഉസ്താദ്. ആ ഉസ്താദിനെ അടിക്കുന്ന വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ഞാൻ കൗക്കത്തിൽ വിട്ടു. ഞാൻ ഇവിടെ കയറി വന്നത് ഇയാളെ വിളിച്ചിട്ടാണ് കയറി വന്നത്. ചോദിച്ചോക്കാരോട് പിന്നെന്താ 10 ഫോൺ നോക്കി ഫോൺ നോക്ക്. മുനീർ അങ്ങനെ എവിടെയും ഓടി വരുന്നതാണെന്നല്ല ഈ ആവർത്തനം എന്നോട് പറയണ്ട. ഞാൻ 10:13 ഇവിടെ കയറി വന്നിട്ട് ഇയാൾ വിളിച്ചു. നോക്കി നിങ്ങൾ ഇത് നോക്കണം. ഞാനാണോ തെറ്റാരൻ അല്ലെങ്കിൽ ഇവിടെ വേറെയുള്ളവരാണോ തെറ്റാരെന്ന് പറയണോ? നിങ്ങൾ വീഡിയോ പിടിച്ചോളി. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഹംകെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വളരെ ശക്തിയിൽ ആഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെകിട്ടക്കുറ്റി നോക്കി അടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എവിടെ നടന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഇൽമെല്ലാം പഠിച്ചുകൊണ്ട് നമ്മെ സേവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മഹല്ലത്തിൽ വന്ന് നമ്മുടെ മഹല്ലത്തിൻ്റെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ഉസ്താദുമാരെ കൈവെക്കുന്ന രീതി ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര തോന്നിവാസമാണ്, എത്ര മോശകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ആരും രാഷ്ട്രീയം നോക്കേണ്ടതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പിടുത്തമോ അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനായിരിക്കാം, അതൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുക. പക്ഷേ ഉസ്താദ് എന്ന് പറയുന്ന ആ പദവിക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ആ ഉസ്താദിൻ്റെ വർത്തമാനങ്ങളെല്ലാം നമുക്ക് കേൾക്കാം. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽപ്പെട്ട ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളും ഈ അടുത്തിടെ ഒരുപാട് വർദ്ധിക്കുന്നതായി നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ കൂടി ഞാൻ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേർ കമൻ്റ് അയച്ചു, എന്തിനാണ് നിങ്ങളിതിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരു സംഭവം. ഇത്തരത്തിൽപ്പെട്ട സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇനി ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പ്രചരിപ്പിക്കുക തന്നെ വേണം. അല്ലാത്ത കാലത്തോളം അങ്ങനെ മൂടി വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്ത് മോശത്തരം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടന്നാലും അത് ജനങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും അതിന് നമുക്ക് തടയിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരം വൃത്തികെട്ട മനുഷ്യന്മാരുടെ മുഖം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ പബ്ലിക്കായിട്ട് നാട്ടുകാരെ കാണിക്കുകയാണ് ശരിക്കും വേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഉസ്താദിന്, ആ ജാഫർ ദാരിമി എന്ന് പറയുന്ന ഉസ്താദിൻ്റെ മനോവിഷമം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഉസ്താദിന് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഉസ്താദിന് അടികിട്ടിയത്, എന്തിന് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തിരിഞ്ഞത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ജാഫർ ദാരിമി ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതെ, എനിക്ക് ആ കോളേജിന്റെ ക്യാൻറ്റീൻ ഡ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ. അഥവാ സ്ഥാപനം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 90 രൂപേന്റെ സാധനം സുൽത്താൻ ബത്തേരി മലബാറിൽ നിന്ന സ്ഥലത്ത് സാധനം എടുക്കാറുള്ളത്. അപ്പോൾ 31-ാം തീയതിയാണ് സ്ഥാനം തുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ 31-ാം തീയതി രാവിലെ 90 രൂപേന്റെ സാധനം മലബാറിൽ നിന്ന് കൊണ്ടാക്കി. അപ്പോൾ കുട്ടികൾ വരാത്ത കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ. ആ കുട്ടികൾ വരാത്ത കാരണം കൊണ്ട് സ്ഥാനം നാശമായി പോകണ്ടല്ലോ, തിരിച്ചങ്ങോട്ട് കയറ്റി വിട്ടു.
തിരിച്ചു കയറ്റി വിട്ടു. അപ്പൊ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളില്ല, തിരിച്ചു കയറ്റി വിട്ടു. അത് എല്ലാ കൊല്ലം റംസാൻ എന്താവും സാധനം വക്കലൊക്കെ തിരിച്ചു കണക്ക് അങ്ങനെ ക്ലോസ് ചെയ്യാറില്ല, കയറ്റി വിട്ടു. അങ്ങനെ കയറ്റി വിട്ടിട്ട് അപ്പൊ എങ്ങനെ അപ്പൊ അതൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഫുഡ് വെക്കുന്ന ആള് പറഞ്ഞു ഞാൻ അത് വൃത്തിയാക്കിക്കൊള്ളാം, ഭക്ഷണം വെച്ച് കഴിയട്ടെ, വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എന്താക്കി ബത്തേരിയിലേക്ക് പോവുകയും ചെയ്തു. ബാങ്കുമായി ബന്ധപ്പെട്ട് ബത്തേരിയിൽ കുറഞ്ഞ ദിവസം വേണ്ടി ബത്തേരിക്ക് പോവുകയും ചെയ്തു. ഈ ബത്തേരിയിൽ പോയ സമയത്താണ് ഈ വ്യക്തി വന്ന് കണ്ട് അതിന്റെ ഉള്ളിൽ CP മുന്നീർ എന്ന വ്യക്തി അതിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ കേന്ദ്രീകരം പറഞ്ഞു, കേന്ദ്രീകരം ചോദിച്ചു ഇവിടെ ആരും ഇല്ലയെന്ന് വെച്ച്, താഴെ ഓഫീസിൽ ആളുണ്ട്, അങ്ങോട്ട് പോയിക്കോളിയെന്ന് പറഞ്ഞു. മൂപ്പരതൊക്കെ അതിന്റെ ഉള്ളിൽ കയറുന്നത് ഓഫീസിലൊന്നും പോയില്ല, ഓഫീസിൽ പോയില്ല ഓഫീസിലത്തെ ആളുകളും പറഞ്ഞു, കേന്ദ്രീകരം പറഞ്ഞു. മൂപ്പര അതിന്റെ ഉള്ളിൽ ക്യാൻറ്റീനിന്റെ ഉള്ളിൽ ഗോഡൌണിൽ കയറി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എന്താക്കി പ്രചരിപ്പിക്കണേ. ഇവിടെ അരികളൊക്കെ പൂത്തു പോവാണ്. സ്ഥാപനത്തിൽ ഇകത്തുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ സൗദി വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിൽ അത് ജോലിക്കാരൻ നിങ്ങൾക്ക് ഇന്നെ വിളിച്ച് പറയാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ വേദികൾ ഉണ്ടല്ലോ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കല്ലോ വേണ്ടത്. അപ്പൊ എന്നെ അങ്ങനെ ഈ വീഡിയോ മാനേജിംഗ് കമ്മിറ്റി എനിക്ക് അയച്ചു ചോദിച്ചു, ഈ വീഡിയോ എങ്ങനെ പുറത്തു പോയി, ഈ വീഡിയോ ആരെടുത്തു, എപ്പോഴാണ് വീഡിയോ എടുത്തത്, കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കുണ്ട്, എനിക്കുണ്ട്, കാരണം ഉത്തരവാദിത്വം എനിക്കാണല്ലോ. ഞങ്ങളോട് ഇപ്പൊ ഈ വീഡിയോ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ വന്നു മേലെ ചോദിക്കും, സ്വാഭാവികമാണല്ലോ, കാരണം നിങ്ങളെ സംബന്ധിച്ച സെക്രട്ടറി ആയിരിക്കും, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുമല്ലോ. ആ ചോദ്യം വന്നു. ആ ചോദ്യം വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെട്ടു. എടുത്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്തു. അങ്ങനെ മാനേജിംഗ് കമ്മിറ്റി കൊടുത്തു ഏകദേശം ഒരു 3 സമയത്താണ് ഈ വീഡിയോ എന്താക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി ഞാൻ എടുത്ത് കൊടുക്കുന്നത് മാനേജിംഗ് കമ്മിറ്റി കൊടുത്തു. അങ്ങനെ പിന്നെ അതായത് മൂപ്പരെടുത്ത വീഡിയോയിലേ ഈ പറഞ്ഞ മാതിരി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ കയറിയിട്ടില്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് മാനേജ്മെന്റിന് പിന്നെ എന്താ രണ്ടാമത് സംഭവിച്ചു? അങ്ങനെ അന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന സമയത്ത്, അഥവാ ഓഫീസ് താഴെയാണ്, ഈ ഗോഡൌൺ കെനിയൊക്കെ മേലെയാണ്. അതങ്ങനെ ചെറിഞ്ഞ സ്ഥലമാണ്, കോളേജ് വാർപ്പെട്ട ബിൽഡിങ്ങിൽ താഴെയാണ് ഓഫീസുള്ളത്, മേലെയാണ് ക്യാൻറ്റീൻ കാര്യങ്ങളും, മാനേജർ ഓഫീസ് മേലെയാണ്. അങ്ങനെ മാനേജർ ഓഫീസിലേക്ക് കയറി വന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, CP എന്ന വ്യക്തി ചോദിച്ചു, പിന്നെ ഇദ്ദേഹം വരുന്ന ഇത് കണ്ടപ്പോൾ ഞാൻ എന്താക്കി വീഡിയോ ഓണാക്കി വെച്ചു. കാരണം ഒരു മനുഷ്യന്റെ വരവ് കണ്ടാല് മനസ്സിലാവുമല്ലോ, അതായത് ഈ വിഷയത്തിൽ തന്നെയാണ് വരുന്നതെന്ന് കരുതിയിട്ട് അതിന്റെ രേഖ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ബാധിക്കുന്ന കേസായതുകൊണ്ട് അഥവാ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളെ വരവ് എനിക്ക് എങ്ങനെയൊക്കെ റൂട്ട് അറിയാലോ. നിങ്ങൾ രണ്ടാമത് വീഡിയോ എടുത്തൊരു രോഷം ഉപർക്ക് ഉണ്ടാവും അല്ലെ? അതെന്നെ മനസ്സിലില്ല, കാരണം ഞാൻ ഇത് തിരിയുന്നില്ല. അത് സംസാര ഭാഷ കടം ഞാൻ എന്താക്കി വീഡിയോ ഓണാക്കി വെച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ വീഡിയോ ആരെടുത്ത് പുറത്ത് വിട്ടത്, ഈ യാഥാർത്ഥ്യം എനിക്കറിയണം, എനിക്ക് ഗൾഫിൽ നിന്ന് ഈ വീഡിയോ വന്നു, യാഥാർത്ഥ്യം എനിക്കറിയാം, ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തല്ലോ, അത് നിങ്ങൾക്ക് അത് അധികാരം തന്നത് എനിക്ക് ചോദിച്ചൂടെ? ചോദിക്കാൽ അധികാരമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഞാൻ സാബിന് വേണ്ടി കുറേ കാലം നയിച്ച ആളാണ്, ഞാൻ ഗൾഫിൽ പോയ ആളാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്ന ആദരിക്കുന്നു. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താക്കി എന്നെ ഈ വീഡിയോ വെക്കാണല്ലോ, ഈ ആരെ വീഡിയോ വെക്കാൻ ഹംകെ, നിങ്ങളെ വീഡിയോ കണ്ടല്ലോ, പിന്നെന്താ സംഭവിച്ചത്? ആ അടി ഇവർക്ക് കൊണ്ടു ഇങ്ങനെ വന്നു, ഷർട്ടിന്റെ പോക്കറ്റിൽ കയറി വന്ന കാണിച്ചു തരാം ഉണ്ട്, ഫോൺ നിലത്ത് വീണു, ഇവിടെ കുത്ത് കിട്ടി. അതെ ഒരു താക്കോൽ കൂട്ടുണ്ട്, തലക്ക് കുത്താൻ ഞാൻ തട്ടി മാറ്റി വിട്ടു. ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹത്തിന് ക്യാൻറ്റീൻ്റെയും അതുപോലെ തന്നെ അവിടത്തേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഷോറൂമിൻ്റെയും ചുമതലയാണ് ഉണ്ടായിരുന്നത്. അവിടത്തേക്ക് വന്ന സാധനങ്ങൾ അദ്ദേഹം തിരിച്ചയക്കുന്നു. ആ സമയത്ത് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലീനിങ് വ്യക്തിയെ ഏൽപ്പിക്കുന്നു. ആ സമയത്ത് വർക്കിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ തന്നെ വന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. അത് 100 കണക്കിന് ആൾക്കാർ കാണുന്നു. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരികയാണ്. എങ്ങനെയാണ് നിങ്ങളെ അധികാരപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഇത്തരം ഒരു വീഡിയോ പുറത്തേക്ക് പോയത് എന്ന് ഉസ്താദിനോട് ചോദിക്കുന്നു. ഉസ്താദ് അതിന് മറുപടിയായിട്ട് അവിടെ സത്യസന്ധമായിട്ട് എന്താണോ ഉള്ളത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുകയാണ്. അതാണ് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരുത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന തെറികളുമെല്ലാം കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫോൺ ഓണാക്കി വീഡിയോ എടുത്തത്. അപ്പോഴാണ് മുഖത്ത് നോക്കിയിട്ട് ആ ഉസ്താദിനെ തല്ലിയത്.
വളരെ സങ്കടം നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ധാർമ്മിക ഉസ്താദാണ് അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ നിന്ദിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽപ്പെട്ട വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ 3 ദിവസം കൊണ്ട് ഏകദേശം മില്യൺസ് കണക്കിന് വ്യൂവേഴ്സാണ് പോയത്. കാരണം അത്രയും ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിൽ 99% ആൾക്കാരും തീർച്ചയായിട്ടും ചെയ്തത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്, ചേറ്റത്തരമാണ് എന്ന് തന്നെയാണ് കമൻറ്റുകളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരുത്തപ്പെടുക തന്നെ ചെയ്യണം. ആ ഉസ്താദുമായി ബന്ധപ്പെട്ട ആ ഉസ്താദിൻ്റെ കുടുംബക്കാർക്ക്, ആ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അനിയന്മാർക്ക് എല്ലാവർക്കും മാനസികമായിട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ആ ഉസ്താദ് തീർച്ചയായിട്ടും ഈ ഒരു കേസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മനോവിഷമം കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. അത് പോവുക തന്നെ വേണം. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് നിയമപരമായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എത്രയാണോ തീർച്ചയായിട്ടും അത് വാങ്ങിക്കൊടുക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയും തന്നെ വേണം. എന്നാൽ മാത്രമേ ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടുകൾ ഇനി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ആ ഉസ്താദിനുണ്ടായ വിഷമങ്ങൾ തീർച്ചയായിട്ടും നമ്മളും ആ വിഷമത്തിൽ പങ്കുചേരുകയാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു പരിപാടി തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയും നടക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.